ജയ് ശ്രീ രാധേ രാധേ. രാധാറാണി വളരെ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയം. അപ്പോ രാധാറാണി തന്റെ സഖിമാരും ഒക്കെ ആയിട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊട്ടാരത്തിനടുത്ത്. ലളിത സഖിയും വിശാഖ സഖിയും ഒക്കെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ കളിയൊക്കെ മതിയാക്കി രാധാറാണി പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തും. അപ്പോ രാധാറാണി അമ്മ അടുക്കളപ്പണിയിൽ വ്യാപൃതയായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ, അമ്മ ഞാൻ പറയണൊന്ന് ശ്രദ്ധിക്കൂ എന്ന് പറയും. അപ്പൊ രാധാറാണിയുടെ അമ്മ ചോദിക്കും, മോളെ എന്താ പെട്ടെന്ന് വന്നത് എന്ന് ചോദിക്കും. അപ്പൊ രാധാറാണിയുടെ അമ്മയുടെ അടുത്തേക്ക് രാധാറാണി വീണ്ടും ക്ഷണിങ്ങിയിട്ട് പറയാം, അമ്മ ഞാൻ പറയണൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അമ്മയുടെ മടിയിലേക്ക് കയറിയിരിക്കും. അമ്മ ഞാൻ പറയണൊന്നും ശ്രദ്ധിച്ചേ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ താഴെ എടുത്ത് തന്റെ അടുത്തേക്ക് ചേർത്ത് വെക്കും. അപ്പൊ കീർത്തി മാതാവ് കൗതുകത്തോടു കൂടി തന്റെ മകളെ നോക്കും. എന്ത് പറ്റി എന്റെ പൊന്നുമോള് സഖിമാരുമായിട്ടുള്ള കളിയൊക്കെ നിർത്തി പെട്ടെന്ന് വന്നത് എന്ന് ചോദിക്കും. അപ്പൊ രാധാറാണി കൊഞ്ചലോടുകൂടി അമ്മയോട് പറയും, അമ്മേ ഞാൻ ലളിതയും വിശാഖയും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്ന് സന്തോഷത്തോടു കൂടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മേ. അപ്പൊ അവിടേക്ക് ഒരു സന്യാസി വന്നമ്മേ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വീണയുണ്ടായിരുന്നമ്മേ. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? അപ്പൊ കീർത്തിമാതാവ് പറയും, അദ്ദേഹം ആ വഴി എങ്ങാനും പോയതായിരിക്കും മോളെ. അപ്പൊ രാധാറാണി പറഞ്ഞു, അല്ലല്ല അമ്മേ, അദ്ദേഹം എന്നെ കണ്ടോണ്ടേ ഞങ്ങളുടെ അടുത്തേക്ക് വന്നമ്മേ. വന്നൂന്ന് മാത്രല്ല, അദ്ദേഹം എന്താ ചെയ്തേന്നറിയോ? അദ്ദേഹം എന്നെ കണ്ടിട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് ചുറ്റും 7 വട്ടം വലം വെച്ചമ്മേ. 7 വട്ടം അദ്ദേഹം വലം വെക്കുന്നത് ഞാൻ കൗതുകത്തോടുകൂടി വിസ്മയത്തോടു കൂടിയാണ് അമ്മേ നോക്കിയത്. എനിക്ക് എന്താ സംഭവിക്കണെന്ന് മനസ്സിലായില്ല അമ്മേ. എന്നിട്ട് 7 വലത്ത് വെച്ചിട്ട് അദ്ദേഹം എന്താ ചെയ്തേന്നറിയോ അമ്മേ? അപ്പൊ കീർത്തി മാധവ് ചോദിക്കും, അദ്ദേഹം എന്താ ചെയ്തത്? അത് മാത്രല്ല, അദ്ദേഹം വലത്ത് വെച്ച് കഴിഞ്ഞിട്ട് 7ാമത്തെ വലത്ത് പൂർത്തിയായപ്പോ ഞാനൊന്ന് പുറകിലോട്ട് മാറി. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ഞാൻ നിന്ന സ്ഥലത്തുണ്ടായിരുന്ന മണ്ണ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അദ്ദേഹം എടുത്ത് കഴിക്കാൻ തുടങ്ങി അമ്മേ. എനിക്ക് എന്താ സംഭവിക്കണെന്ന് മനസ്സിലായില്ല. ഞാൻ പതുക്കെ ലളിതയൊന്ന് നോക്കി. അപ്പൊ ലളിത അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം യാതൊരു മറുപടിയും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഹ ഹ ഹ എന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പോയി അമ്മേ. അദ്ദേഹം ആരാ അമ്മേ? എന്തിനാമ്മേ അദ്ദേഹം ഇതൊക്കെ ചെയ്തത് എന്ന് രാധാറാണി വീണ്ടും കൊഞ്ചലോടെ എന്നാൽ കൗതുകത്തോടു കൂടി അമ്മയോട് ചോദിക്കും. അപ്പൊ കീർത്തിമാതാവ് പറയും, അത് വേറെ ആരുമല്ല മോളെ, അത് നാരദ മഹർഷിയാണ്. അദ്ദേഹം ദേവലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നതാണ് എന്ന് പറയും. അതായത് എല്ലാ ദേവന്മാർക്കും, അതായത് ബ്രഹ്മാവിനും വിഷ്ണുവിനും ഒക്കെ അത്രയ്ക്ക് ദുർലഭമാണ് രാധാറാണി അമ്മയുടെ ഒരു ദർശനം. ബ്രഹ്മാവ് പോലും എത്രയോ വർഷങ്ങൾ, 50,000-ൽ കൂടുതൽ വർഷം തപസ് ചെയ്തിട്ടാണ് രാധാറാണിയെ ഒന്ന് കാണാൻ കഴിയുന്നത്. അപ്പോ നാരദ മഹർഷി അങ്ങനെ ഒരു ദുർലഭ അവസരം, അതും കൊച്ചുകുട്ടിയായിരിക്കുന്ന കുസൃതി കുടിക്കിയ രാധാറാണി അമ്മയെ കാണാൻ ഒരു അവസരം കിട്ടിയ നാരദൻ അത് വിടുമോ? രാധേ രാധേ.